ഹായ്, ഇന്ന് ഒരു ഞായറാഴ്ച ദിവസമാണ്. ഞാനും പപ്പയും മമ്മിയും കൂടെ പള്ളിയിലേക്ക് പോവുക. ഇന്ന് പള്ളിയിലോട്ട് പോവുക. പക്ഷേ ഇന്നൊരു ചെറിയൊരു വിശേഷം, ഒരു കാര്യം കൂടിയുണ്ട്. കാരണം എൻ്റെ പപ്പ 17 വർഷത്തോളം 2007 മെയ് മാസത്തിലാണ് അവിടെ ഞങ്ങളുടെ പള്ളിയിൽ കപ്പ്യാരായിട്ട് ജോലിക്ക് കയറിയത്. അപ്പം അതിന് ശേഷം ഇപ്പോൾ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതിയായ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് അവിടുത്തെ കപ്പ്യാർ സ്ഥാനത്ത് നിന്ന് പിരിഞ്ഞ് പോരുക. അപ്പം അതിന് സഭയായിട്ട് ചെറുതായിട്ടൊന്ന് ആദരിക്കുക എന്നൊക്കെ ആയിട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ വന്നതാണ്. പപ്പയ്ക്ക് ഭയങ്കരമായിട്ടൊരു നിർബന്ധമുണ്ട്. എവിടെയായാലും പോവുകയാണെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ആണെങ്കിലും എത്തേണ്ടതിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്തണമെന്ന്. അതുകൊണ്ട് ഇപ്പം 7 മണി ആയിട്ടേ ഉള്ളൂ. ശരിക്കും ഞങ്ങളെ പള്ളിയിൽ സർവീസ് തുടങ്ങുന്നത് 8 മണിക്കാണ്. അതായത് ആരാധന തുടങ്ങുന്നത് 8 മണിക്കാണ്. ഞങ്ങളിപ്പം 7 മണിക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് നേരം അവിടെ വന്ന് ഉള്ള പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞൊക്കെ ഇരിക്കാനായിട്ടൊക്കെ ആയിട്ട് അവർ പള്ളിയുടെ ഉള്ളിലോട്ട് കയറി. ഇതാണ് ഞങ്ങളെ പള്ളിയുടെ ശിലാസ്ഥാപനമൊക്കെ നടന്നതിൻ്റെ എല്ലാം ലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സാധാരണയാണെങ്കിൽ ആരാധന തുടങ്ങുന്നതിന് 15 മിനിറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ തുടങ്ങിയിട്ടൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ. പക്ഷേ ഈ പപ്പയ്ക്ക് ഇതൊരു ശീലമാണ് അങ്ങനെയൊക്കെ. പപ്പ ഇപ്പോൾ കപ്പ്യാരായിട്ട് ജോലിയിലിരിക്കുകയാണ്. ഇന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ മുമ്പ് വശത്ത് കാണും വൈറ്റ് ആൻഡ് വൈറ്റ് യൂണിഫോം ഉണ്ടായിരിക്കേ. അന്നേരം ഈ രാവിലെ വന്നേച്ചിട്ട് എന്തെങ്കിലും ക്ലീനിങ്ങോ എന്തെങ്കിലുമൊക്കെ നടത്തും. എന്നിട്ട് യൂണിഫോമിൽ നിറച്ച് എന്തെങ്കിലും ചെളിയോ കറയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് ചോദിക്കും, ഇതെന്നാ അപ്പം ഈ ചെളിയൊക്കെ പിടിച്ചിരിക്കണേ? അത് ഇന്നടത്തുനിന്ന് ഒരു ചെളി പറ്റിയതാട്ടോ എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയ തല്ലും തരും. അതൊരു ശീലമായിരുന്നേ. ഇത് ഞങ്ങളുടെ പള്ളിയുടെ ഉൾവശമാണ്. ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ പിടിച്ചതാണ്. മമ്മി സ്ഥിരമായിട്ട് വന്ന് ആ ഒരു സൈഡിലാണ് ഇരിക്കാറ്. അപ്പോൾ ഇന്നിപ്പം ഞാനും മമ്മിയും കൂടെ ഒരുമിച്ചിരിക്കാമെന്ന് കരുതി ഇരിക്കുന്ന. ഇനി ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ, എല്ലാവരും വരുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ സഭയിൽ ആദ്യം ഉപദേശിമാരായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛന്മാർ ഓരോരുത്തർ വരുന്നവരുടെ ആദ്യം ഇരുന്ന ഉപദേശിമാർ എല്ലാവരുടെയും ഇങ്ങനെ പേരുകൾ ഇങ്ങനെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തുടർന്ന് പോരുന്നവരുടെ എല്ലാം ഇത് സ്നാന തൊട്ടിയാണ്. ഇത് എൻ്റെ പപ്പ സ്പോൺസർ ചെയ്തതാണോന്ന് അറിയില്ല. പണ്ടത്തെ പള്ളിയിൽ എൻ്റെ പപ്പ കൊടുത്തതായിരുന്നു. ഇതിപ്പോൾ ചെറിയൊരു സ്നാനത്തൊട്ടിയാണ്. അല്ലാതെ പള്ളികളിലൊക്കെ വലിയ ഇതാണ്. അതായത് ഈ കുഞ്ഞു വാവമാരെയൊക്കെ നമ്മളൊക്കെ കുഞ്ഞൊക്കെ ആയിരുന്നപ്പോൾ സ്നാനം ചെയ്യുന്നത്. സ്റ്റെപ്പ് കെട്ടി മുകളിലോട്ടും ഇതുണ്ട്, ബാൽക്കണിയൊക്കെ ഉണ്ട്. അപ്പം ചെറിയൊരു വീഡിയോയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മേശവിരികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഞങ്ങളുടെ പള്ളിയിലെ ആരാധന കഴിഞ്ഞ് പിന്നെ ആദരിക്കൽ അതിൻ്റെ പ്രസംഗം ഇപ്പം നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് അപ്പം ഞാൻ പുറകിൽ ഇന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. ഇത് ശരിക്കും മാതൃസംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദരിക്കലൊക്കെയാണ്. സഭയുടെയും നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2 വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ സമ്മാനങ്ങളും പപ്പയ്ക്കും മമ്മിക്കും എല്ലാ സമ്മാനങ്ങളും പിന്നെ ഞങ്ങളെ നിർത്തിയൊക്കെ ഫോട്ടോയും ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആദരിക്കൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറകിലായിട്ടാണ് നിൽക്കുന്നത്. മമ്മിയും അടുത്ത് ഇപ്പുണ്ട്. അപ്പം കുറേ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളെ ഓർക്കാറുണ്ടായിരുന്നു. അടിക്കടി ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കെല്ലാം എപ്പോഴും ഇങ്ങനെ രോഗങ്ങളൊക്കെ വരുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം പ്രാർത്ഥനയിൽ ഓർക്കുകയും എല്ലാവരും വിളിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ശാരീരികമായിട്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആലയത്തിൻ്റെ ആ വീഴ്ചയിൽ
നമ്മളിൽ നിന്നൊക്കെ വേർപെട്ട് പോയി എന്നൊരു അവസ്ഥയിൽ എത്തിയ സമയത്ത് ദൈവം ആയുസ്സും ആരോഗ്യം പാരീസിൽ നൽകിക്കൊണ്ട് എൻ്റെ സഹോദരനും കൂടെയാണ് ഞാൻ പാരീസിൽ പറയുന്നത്. ദൈവം നൽകി ഇത്രത്തോളം ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ തക്കവണ്ണം ദൈവം ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആലയത്തിൻ്റെ കപ്യാസ്ഥാനം ഏൽക്കുമ്പോൾ ഇപ്പോൾ 20 വർഷം കഴിയുന്നു എന്നാണ് കണക്കുകൾ. അന്ന് മുതൽ ഇന്ന് വരെ ശാരീരികമായ ക്ഷീണങ്ങൾ അദ്ദേഹത്തെ അലട്ടിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മളിൽ നിന്നും വിരമിക്കുന്നത്. ഏതൊരു കാര്യത്തിനും എപ്പോൾ നമ്മുടെ ആലയത്തിൻ്റെ ഏതൊരു ആവശ്യത്തിനും അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പേ വന്നെത്തുന്ന ഒരു സഹോദരനാണ് നമ്മുടെ അഭ്യർത്ഥൻ. അതിൽ ചിലപ്പോൾ നമ്മളിൽ പറഞ്ഞ് എന്നിട്ട് അല്ലെങ്കിൽ എത്രയാണെങ്കിലും മണിക്കൂറുകൾക്ക് മുമ്പ് പുള്ളി സ്ഥലത്തെത്തും. മറ്റുള്ളവർക്ക് ചിലപ്പോൾ തീർച്ചയായിട്ട് തോന്നാറുണ്ട്, ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ പോലെ എന്നുള്ളവരൊക്കെ തോന്നും. അന്ന് പുള്ളിയുടേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും നടത്തി അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അതാണ് എനിക്ക് പറയാം, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു സേവനം ചെയ്തു തന്ന ഒരു വ്യക്തിയാണ് പുള്ളി. തന്നിലാവുന്നതിലപ്പുറമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാനും അതൊക്കെ ഇതിൻ്റെ സംഘടനയ്ക്ക് നല്ല ഏത് കാര്യത്തിനും ഞങ്ങൾക്ക് അതിനൊരു ആവശ്യമുള്ള കൽക്കാരച്ച എന്നതെന്ന് പറഞ്ഞാൽ മതി, പുള്ളി അത് വേണ്ടത് എന്നപോലെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ കൊച്ചമ്മ അല്ലെങ്കിൽ അങ്ങനെ അച്ഛ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ചോദിക്കുക. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതൊന്നുമില്ല. ഞാനിവിടെ 5-6 വർഷം കമ്മിറ്റിയിൽ ഇപ്പോഴാണെങ്കിൽ ഇതുപോലെ വന്ന് ഓരോ കാര്യം അപ്പം ചിലർക്കൊക്കെ അത് ദിവസമൊക്കെ തോന്നാറുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ദൈവികമായിട്ടുള്ളൊരു നല്ലൊരു സേവനമാണ് നമുക്ക് കാഴ്ചവെച്ചത്. ദൈവം അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും കൊടുത്ത് തുടർന്നും സഭയ്ക്ക് വേണ്ടി വേല ചെയ്യുവാൻ, അദ്ദേഹത്തിന് ആവുന്നതുപോലെ വേല ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എന്ന് പറയുന്നു. ഭയങ്കരം തന്നെയാണ്. ഒരു കാര്യത്തെക്കുറിച്ചും ആഗ്രഹമില്ലാത്തൊരു കുട്ടികൾ. എൻ്റെ സർവീസ് മാത്രം, അത് ദൈവവേലയിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കപ്യാരിസനായിട്ട് രാവിലെ വെളുപ്പിന് ഇവിടെ 8 മണിക്ക് സർവീസ് ആരംഭിക്കുകയാണെങ്കിൽ കപ്യാരിസൻ എനിക്ക് തോന്നുന്നത് 4 ഞങ്ങളൊക്കെ ഊർക്കം വലിച്ച് ഉറങ്ങുന്ന സമയത്ത് ഇവിടെ പള്ളി വന്ന് തുറക്കുന്നു. അതുപോലെ എന്ത് പ്രോഗ്രാം പള്ളി പറഞ്ഞാൽ അറിഞ്ഞു കേട്ട് വന്ന് ആദ്യാവസാനം ഇവിടെ സഹകരിക്കും. പ്രത്യേകിച്ച് സ്ത്രീജന സഖ്യത്തിൻ്റെ പ്രോഗ്രാം വന്നാൽ ഞങ്ങളെല്ലാം കഴിയുമ്പോൾ എല്ലാവരും ഓടി പോവുക. പല സാധനങ്ങളും വലിച്ചു നടത്തിയിട്ടുണ്ടാവും. എല്ലാം കൃത്യമായിട്ട് അടുക്കി പറക്കി തൂത്തുവാരി തുടച്ച് ഒരു പരിപ്പവും കൂടാതെ ഞങ്ങളോടുകൂടി സഹകരിച്ചു 5 വർഷക്കാലം. അപ്പോൾ കപ്യാരിസൻ നമ്മുടെ ഔദ്യോഗിക ശുശ്രൂഷയിൽ നിന്ന് പിരിയാൻ പറഞ്ഞതിൽ വളരെ ഖേദമുണ്ട്. എന്നാലും എത്രയും വേഗം സർവശക്തൻ ദൈവം സൗഖ്യം കൊടുക്കട്ടെ എന്നും വീണ്ടും തിരിച്ചു വരവുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കപ്യാരിസിനെ അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഔദ്യോഗികമായ യാത്രയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ കമ്മിറ്റിയായി ശ്രീസഖ്യം കമ്മിറ്റിയായിട്ടും ഉദ്യോഗമായിട്ടും ആലോചിച്ചു. അതിന് പ്രകാരം ഞങ്ങൾ കപ്യാരിസിനെ ഇന്ന് കഴിഞ്ഞ ദിവസം പോയി ക്ഷണിക്കുകയും കപ്യാരിസിന് റോമിലെയും മകളും ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഞങ്ങളുടെ ചെറിയൊരു ഉപഹാരം സ്വീകരിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ കടന്നു വന്ന കപ്യാരിസിനോടും റോമിലിയോടും സോഫിയോടും വരാതിരുന്ന മീനുവിനോടും ഹസ്ബൻഡ് അലക്സിനോടും കൊച്ചുമോനോടും എല്ലാവരോടുമുള്ള നന്ദി ശ്രീസഖ്യത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ അറിയിച്ചു കൊടുക്കുന്നു. ഇത് പപ്പയ്ക്ക് പള്ളിയിൽ നിന്ന് തന്ന ഒരു സമ്മാനമാണ്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പപ്പ അത് കിട്ടിയ അന്ന് തന്നെ പപ്പയുടെ മുറിയിൽ ഇങ്ങനെ ഇതിങ്ങനെ വെച്ചേക്കുമോ എപ്പോഴും കാണാൻ വേണ്ടിയിട്ട്. വളരെ എല്ലാത്തിനും നന്ദി. എല്ലാം ഒത്തിരി ഇഷ്ടം.